സുഹൃത്തുക്കളെ, ഒരു രഹസ്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യരുണ്ടാകും. അവരുടെ വാക്കുകൾ മധുരമായിരിക്കും, പക്ഷേ ഹൃദയം വിഷമയം. അത്തരം വ്യക്തികളെ തിരിച്ചറിയാതിരുന്നാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ചാണക്യാചാര്യൻ, ആ പ്രാചീന ബുദ്ധിമാൻ, ഇത്തരം ആളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ 8 ലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം. കേട്ടിരിക്കൂ, ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. സ്വാഗതം പ്രിയ വീക്ഷകരെ. ഈ ഡിജിറ്റൽ ലോകത്ത് പുരാതന ജ്ഞാനത്തിൻ്റെ വെളിച്ചം വീശുന്ന സ്ഥലമാണിത്. ഇവിടെ ചാണക്യനീതി പോലുള്ള ക്ലാസിക് ഗ്രന്ഥങ്ങളിലൂടെ ജീവിതപാഠങ്ങൾ പങ്കുവയ്ക്കുന്നു. പുതിയ വീക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ, കൂടുതൽ പ്രചോദനാത്മക വീഡിയോകൾക്കായി. ഇന്ന് കുറ്റവും കുശിമ്പും പറയുന്നവരുടെ 8 ലക്ഷണങ്ങൾ എന്ന വിഷയത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ചാണക്യൻ പറയുന്നു, ഇവരെ ഒരു കാരണവശാലും അടുപ്പിക്കരുത്. ഈ കഥാശൈലിയിലുള്ള വിവരണം നിങ്ങളെ അവസാനം വരെ ആകർഷിക്കുമെന്ന് ഉറപ്പ്. ചാണക്യാചാര്യൻ, ആ മഹാപണ്ഡിതൻ, ചന്ദ്രഗുപ്തന്റെ ഗുരുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീതിശാസ്ത്രം ജീവിതത്തിൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദീപസ്തംഭമാണ്. അത്തരം ഗ്രന്ഥത്തിൽ കുറ്റം പറയുന്നവരെയും കുശുമ്പ് പ്രകടിപ്പിക്കുന്നവരെയും തിരിച്ചറിയാനുള്ള ലക്ഷണങ്ങൾ വിവരിച്ചിരിക്കുന്നു. ഇവർ നമ്മുടെ മനസ്സിനെ മലിനമാക്കും, സൗഹൃദത്തെ വിഷലിപ്തമാക്കും. ഇപ്പോൾ ആദ്യത്തെ ലക്ഷണത്തിലേക്ക് വരാം. ഒന്നാമത്തെ ലക്ഷണം, അന്യരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവർ. ചാണക്യൻ പറയുന്നു, പരന്റെ ഗൂഢാലോചനകൾ പ്രചരിപ്പിക്കുന്നവൻ സ്വന്തം വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു. ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. പണ്ടൊരു രാജാവിൻ്റെ ദരിദ്രനായ സുഹൃത്തുണ്ടായിരുന്നു. അയാൾ രാജകീയ രഹസ്യങ്ങൾ കേട്ട് പട്ടണത്തിൽ പരത്തി. ഫലം, രാജാവിൻ്റെ ശത്രുക്കൾ ശക്തിപ്പെട്ടു, സുഹൃത്തു തന്നെ വഞ്ചിതനായി. ഇത്തരക്കാർ നിങ്ങളുടെ രഹസ്യങ്ങളും വിൽക്കും. അതിനാൽ അവരെ ദൂരെ നിർത്തുക, മനസ്സമാധാനം സംരക്ഷിക്കുക. രണ്ടാമത്തെ ലക്ഷണം, മുഖത്ത് മധുരം, പുറകിൽ വിഷം. ഇവർ മുന്നിൽ പുഞ്ചിരിക്കും, പക്ഷേ പിന്നിൽ നിന്ദിക്കും. ചാണക്യനീതിയിൽ മിത്രത്വം വാക്കുകളിലല്ല ഹൃദയത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു ഗ്രാമീണ കഥയുണ്ട്. 2 വ്യാപാരികൾ. ഒരാൾ മറ്റൊരുവന്റെ വിജയത്തെ മുന്നിൽ പ്രശംസിക്കും, പക്ഷേ പുറകിൽ അപവാദം പ്രചരിപ്പിക്കും. അന്ത്യം വിശ്വാസഭംഗം, വ്യാപാരനഷ്ടം. ഇത്തരം ദ്വിമുഖരെ തിരിച്ചറിഞ്ഞാൽ സൗഹൃദം വിച്ഛേദിക്കുക. അത് നിങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തും. മൂന്നാമത്തെ ലക്ഷണം, അസൂയയാൽ നിറഞ്ഞവർ, മറ്റുള്ളവരുടെ ഉന്നതിയെ സഹിക്കാത്തവർ. ചാണക്യൻ പറയുന്നു, അസൂയാവാൻ സ്വന്തം സന്തോഷം നഷ്ടപ്പെടുത്തുന്നു. ഒരു പുരാതന കഥയിൽ ഒരു ബ്രാഹ്മണന്റെ ശിഷ്യൻ ഗുരുവിൻ്റെ പ്രശസ്തിയോട് കുശുമ്പുകൊണ്ടു. അയാൾ അപകീർത്തി പ്രചരിപ്പിച്ചു, പക്ഷേ സ്വയം നശിച്ചു. ഇത്തരം വ്യക്തികൾ നിങ്ങളുടെ വിജയത്തെ തകർക്കാൻ ശ്രമിക്കും. അവരെ ഒഴിവാക്കി പോസിറ്റീവ് ചുറ്റുപാട് സൃഷ്ടിക്കുക. നാലാമത്തെ ലക്ഷണം, ദുശ്ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവർ. ഇവർ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കും. ചാണക്യനീതിയിൽ ദുഷ്ടസംഘം സദ്ഗുണങ്ങളെ നശിപ്പിക്കും എന്ന് വ്യക്തമാക്കുന്നു. ഒരു യുവാവിൻ്റെ കഥയുണ്ട്. അയാളുടെ സുഹൃത്ത് ചൂതാട്ടത്തിലേക്ക് വലിച്ചിഴച്ചു. ഫലമായി കുടുംബം നഷ്ടപ്പെട്ടു. ഇത്തരം പ്രഭാവകരെ തിരിച്ചറിഞ്ഞാൽ ദൂരം പാലിക്കുക, നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക. അഞ്ചാമത്തെ ലക്ഷണം, നിരന്തരം പരാതി പറയുന്നവർ. ഇവരെപ്പോഴും നെഗറ്റീവ്, സന്തോഷം കാണാത്തവർ. ചാണക്യൻ ഉപദേശിക്കുന്നു, പരാതികൾ മനസ്സിനെ ക്ഷീണിപ്പിക്കും. ഒരു വനവാസ കഥയിൽ ഒരു സന്യാസി തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, നിരന്തരം പരാതികൾ ആത്മീയതയെ തടസ്സപ്പെടുത്തും. ഇത്തരം ആളുകൾ നിങ്ങളുടെ ഊർജം ചോർത്തും. അവരെ ഒഴിവാക്കി ക്രിയാത്മക ചിന്തകരെ തേടുക. ആറാമത്തെ ലക്ഷണം, ചാതുര്യത്തോടെ കൃത്രിമം ചെയ്യുന്നവർ. ഇവർ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വശീകരിക്കും, പക്ഷേ ഉദ്ദേശം സ്വാർത്ഥം. ചാണക്യനീതിയിൽ കൃത്രിമമിത്രം ശത്രുവിനേക്കാൾ ഭയങ്കരം എന്ന് മുന്നറിയിപ്പ്. ഒരു രാജസഭയിലെ കഥ. ഒരു മന്ത്രി രാജാവിനെ വഞ്ചിച്ചു, സ്വന്തം ലാഭത്തിനായി. ഫലം, രാജ്യനാശം. ഇത്തരം മാനിപ്പുലേറ്റർമാരെ തിരിച്ചറിഞ്ഞാൽ വിശ്വാസം നൽകരുത്. ഏഴാമത്തെ ലക്ഷണം, വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നവർ. ഇവർ പറയുന്നത് ചെയ്യാത്തവർ അവിശ്വസനീയർ. ചാണക്യൻ പറയുന്നു, വാക്കിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നവൻ സൗഹൃദം അർഹിക്കുന്നില്ല. ഒരു യാത്രക്കഥയുണ്ട്. 2 സഞ്ചാരികൾ ഒരാൾ മറ്റൊരാളെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, പക്ഷേ ഉപേക്ഷിച്ചു. ഫലമായി വിശ്വാസഭംഗം. ഇത്തരം അവിശ്വസനീയരെ ഒഴിവാക്കി വിശ്വസനീയരെ തിരഞ്ഞെടുക്കുക. എട്ടാമത്തെ ലക്ഷണം, സഹാനുഭൂതിയില്ലാത്തവർ, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആനന്ദിക്കുന്നവർ. ചാണക്യനീതിയിൽ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവൻ മനുഷ്യത്വം നഷ്ടപ്പെട്ടവൻ എന്ന് മുന്നറിയിപ്പ്. ഒരു കുടുംബകഥയിൽ ഒരു ബന്ധു മറ്റൊരാളുടെ നഷ്ടത്തെ ആഘോഷിച്ചു. ഫലം, ഒറ്റപ്പെടൽ. ഇത്തരം ക്രൂരഹൃദയരെ ദൂരെ നിർത്തുക, കാരുണ്യമുള്ളവരെ അടുപ്പിക്കുക. പ്രിയരെ, ഈ 8 ലക്ഷണങ്ങൾ ചാണക്യാചാര്യന്റെ ജ്ഞാനത്തിന്റെ സാരാംശമാണ്. ഇവയെ തിരിച്ചറിഞ്ഞാൽ
നിങ്ങളുടെ ജീവിതം സമൃദ്ധമാകും. ദുഷ്ടസംഗത്തെ ഒഴിവാക്കി സദ്ഗുണസമ്പന്നരെ തേടുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കും, സന്തോഷം വർദ്ധിപ്പിക്കും. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി? കമൻറ്റുകളിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കൂടുതൽ പ്രചോദനാത്മക വിഷയങ്ങളുമായി കാണാം. നമസ്കാരം, ശുഭദിനം.